വിഷയം ക്ലസ്റ്റർ ബോംബ് എന്നുള്ളതാണ്. മൂലക്കിരുന്ന കോടാലി അമേരിക്ക കാലിലിട്ടു എന്ന് പറഞ്ഞ അവസ്ഥയാണ് ഇപ്പോൾ മിഡിൽ ഈസ്റ്റിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. 12,000 കിലോമീറ്റർ അപ്പുറത്ത് നിന്നും പടക്കപ്പലുമായി വന്ന അമേരിക്ക ഇപ്പോൾ ഇറാൻ്റെ അടികൾ കണ്ടിട്ട് വിയർക്കുന്ന ഒരു സിറ്റുവേഷനാണ് ഇപ്പോൾ ഉള്ളത്. ഇറാൻ്റെ പ്രതിരോധം അത് വല്ലാത്തൊരടിയായിപ്പോയി. 2 ദിവസം കൊണ്ട് തീരുമാനമാക്കി തരാമെന്ന് പറഞ്ഞ് വന്ന ഇസ്രായേലും അമേരിക്കയും ഇറാൻ്റെ പ്രത്യാക്രമണങ്ങൾക്ക് മുമ്പിൽ പകച്ചു നിൽക്കുന്ന കാഴ്ചയാണ് ലോകം കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇറാൻ ക്ലസ്റ്റർ ബോംബുകൾ ഉപയോഗിച്ച് ആക്രമണം നടത്തുന്നു എന്നുള്ളതാണ് നെതന്യാഹുവിൻ്റെ ഇപ്പോഴത്തെ പരാതി. എന്താണ് ക്ലസ്റ്റർ ബോംബ് എന്നുള്ളതാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ നോക്കാൻ പോകുന്നത്. ഒരുപാട് വാർത്തകളിലൊക്കെ കേട്ടിട്ടുണ്ടാവും. എന്താണ് ക്ലസ്റ്റർ ബോംബ്? ഒരു മിസൈലിൻ്റെ ഉള്ളിൽ അല്ലെങ്കിൽ ഒരു ബോംബിൻ്റെ ഉള്ളിൽ ഒട്ടനേകം ചെറു ബോംബുകളായിട്ടുള്ള സാധനങ്ങളാണ്, സ്ഫോടക വസ്തുക്കളാണ് ഈ ഒരു ക്ലസ്റ്റർ ബോംബ് എന്ന് പറയുന്നത്. ചുരുക്കി പറഞ്ഞാൽ ഒരുപാട് ബോംബുകൾ അടങ്ങിയ ഒരു വലിയ ബോംബ്, അതാണ് ക്ലസ്റ്റർ ബോംബ്. ആക്രമിക്കാൻ ഉദ്ദേശിക്കുന്ന സ്ഥലം എത്താനായി കഴിഞ്ഞാൽ ഇതിൻ്റെ പുറംഭാഗം തുറന്നു പോവുകയും ഒരുപാട് ബോംബുകൾ ഒന്നിച്ച് ഒരു വലിയ പ്രദേശത്തിൽ വീഴുകയും അവിടെ സ്ഫോടനങ്ങൾ നടത്തി വലിയ ആഘാതമുണ്ടാക്കുകയും ചെയ്യുന്നതാണ് ഇതിൻ്റെ രീതി. വലിയൊരു ബോംബിനേക്കാൾ താരതമ്യേന തീവ്രത കുറവാണെങ്കിലും കാറ്, ബസ് പോലെയുള്ള വാഹനങ്ങൾ തകർക്കാൻ മാത്രം ശേഷിയുള്ളതാണ് ഓരോ ക്ലസ്റ്റർ ബോംബിൻ്റെയും അകത്തുള്ള ചെറിയ ബോംബുകൾ. ശത്രു രാജ്യങ്ങൾക്ക് ക്ലസ്റ്റർ ബോംബ് കൊണ്ടുള്ള ആക്രമണം വലിയ തലവേദനയാണ് സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്നത്. കാരണം ഇൻ്റർസെപ്റ്റ് ചെയ്യാൻ വേണ്ടി ശത്രു രാജ്യങ്ങളിൽ നിന്ന് അയക്കുന്ന മിസൈലുകൾ വെടിവെച്ചിടാനും വേണ്ടി ഒരു മിസൈൽ അയക്കാൻ അല്ലെങ്കിൽ 2 മിസൈൽ അയക്കാം. പക്ഷേ ക്ലസ്റ്റർ ബോംബ് ആകുമ്പോൾ ഇത് 100 എണ്ണം ഒന്നിച്ചു വന്നു കഴിഞ്ഞാൽ ഇതിലേതിനെയാണ് പൊട്ടിക്കേണ്ടതെന്ന് ഇൻ്റർസെപ്റ്ററുകൾക്ക് പോലും മനസ്സിലാവില്ല. ഇതുപോലെയുള്ള വീഡിയോകൾ നമുക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാകും. തീഗോളങ്ങൾ മഴയായി പെയ്തിറങ്ങുന്ന പോലെയാണ് ഇത് വന്നിറങ്ങുന്നത്. ഒരുപാട് എണ്ണം ഒന്നിച്ചു വരുമ്പോൾ ഏതിനെ വെടിവെച്ചിടണമെന്ന് ആർക്കും മനസ്സിലാവില്ല. അത്തരത്തിൽ വരികയും ആ ഒരു വലിയ പ്രദേശം ഒന്നാകെ ചുട്ട് ചാമ്പലാക്കുകയും ചെയ്യുന്നതാണ് ക്ലസ്റ്റർ ബോംബിൻ്റെ പ്രശ്നം. മറ്റൊരു തലവേദന, ഈ ക്ലസ്റ്റർ ബോംബുകൾ വലിയ പ്രദേശത്ത് ചിന്നിച്ചിതറി കിടക്കുമ്പോൾ ചിലത് പൊട്ടാതെയും വരും. ആളുകൾ അവിടേക്ക് എത്തുമ്പോൾ അല്ലെങ്കിൽ മറ്റുള്ള രക്ഷപ്പെടലുകൾ നടത്തുമ്പോൾ ഇത് ആളുകൾക്കിടയിൽ വെച്ച് പൊട്ടിത്തെറിക്കുകയും ആളുകൾക്ക് ജീവൻ നഷ്ടപ്പെടുകയും ചെയ്യുന്നു. ഇതൊക്കെ കൊണ്ടാണ് ക്ലസ്റ്റർ ബോംബ് ഉപയോഗിക്കരുത് എന്ന് പറയുന്നത്. ക്ലസ്റ്റർ ബോംബ് ഉപയോഗിക്കാൻ പാടില്ല എന്നുള്ള കരാറിൽ ലോകരാജ്യങ്ങൾ പലരും ഒപ്പിട്ടിട്ടുണ്ട്. അതൊരു വലിയ കരാറാണ്. പക്ഷെ അതിൽ ഇറാനും റഷ്യയും ഒന്നും അതിൽ ഉൾപ്പെട്ടിട്ടില്ല. അവർക്കറിയാം ഇത്രയും ദൂരത്തുള്ള അക്രമകാരികളെ വകവരുത്താൻ ക്ലസ്റ്റർ ബോംബ് കൊണ്ടേ സാധിക്കുകയുള്ളൂ എന്നുള്ളത്. ഏതായാലും നിരപരാധികൾ കൊല്ലപ്പെടാതിരിക്കട്ടെ, ആർക്കും പരിക്കുകളൊന്നും പറ്റാതിരിക്കട്ടെ.